ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഇതില് ആൺ പെണ്ണ് വ്യത്യാസമില്ല. എന്നാൽ ജീവനാണല്ലോ. ജീവൻ ഏതോ ഒരു ആണോ പെണ്ണിൻ്റെ രൂപത്തിലോ എന്തോ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതിപ്പോൾ ഏത് രൂപത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ പെൺ രൂപത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടെ രസമുണ്ട്, ഒരു കൗതുകമുണ്ട്. ഒരുപാട് പെണ്ണുങ്ങൾ ഇത് പറയാറില്ല. ബിക്കോസ് സ്ത്രീകൾക്ക് യൂഷ്വലി ഇത്രയും ഫ്രീഡം, ഇത്രയും ലൈഫിൽ ഞാൻ കഴിഞ്ഞ ഒരു 12 വർഷത്തിന് മുകളിൽ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ലൈഫിൽ വേറെ പ്രാരാബ്ദങ്ങളില്ല. ഞാൻ വിവാഹം കഴിച്ചില്ല. അതിനുശേഷം ലൈക്ക് 30 ഇയേഴ്സ് മുതൽ ഞാൻ സോളോ ആയിട്ട് ജീവിക്കുകയാണ്. യാത്ര ചെയ്യുന്ന ഒറ്റയ്ക്കാണ്. അപ്പോൾ കുടുംബവും കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വളരെ ഡിഫറെൻ്റാണ്. അവർക്ക് ഈ ആത്മീക അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ നിന്ന വീട്ടിൽ കഞ്ഞി വെക്കില്ല ആരും. ഞാൻ പലപ്പോഴും കഞ്ഞി വയ്ക്കാറില്ല. അപ്പം ഞാൻ എന്തെങ്കിലും കുറുക്കുറയൊക്കെ തിന്നിട്ടൊക്കെ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീടും കുടുംബമൊക്കെ നോക്കുന്ന സ്ത്രീകൾക്ക് അതിനുള്ളൊരു ടൈം ആൻഡ് സ്പേസ് കിട്ടുന്നുണ്ടാവില്ല. ഞാൻ അതിനു വേണ്ടി സമയമുണ്ടാക്കി എൻ്റെ ജീവിതത്തിൽ പല സാക്രിഫൈസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാവർക്കും പറ്റുന്നില്ല. ആണുങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ ഫ്രീഡം സൊസൈറ്റിയിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ വയറിങ്ങും ഡിഫറെൻ്റാണ്. അപ്പം അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇത് സത്യത്തിലൊരു ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ പറയുന്ന കാര്യത്തിൽ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും മറ്റുള്ളവർ അത് സ്വീകരിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഞാനിത് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും വ്യക്തിപരമായിട്ടൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഓൾറെഡി എല്ലാവരും അറിയുന്ന ഒരാളാണ്. എനിക്കിത് പറഞ്ഞിട്ട് വേണ്ട ഫേമസ് ആവാൻ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഞാനൊരു സിനിമാ നടിയായത്? ഞാൻ സിനിമാ നടിയായത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ആൾക്കാർക്ക് കുറച്ചുകൂടി ഈസിയാണ്. 25 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്. ഈ ആളിത് പറയുമ്പോൾ വട്ടാണെങ്കിലും ഒന്ന് കേൾക്കാമല്ലേ എന്നുള്ളതുണ്ട്.